കാരണം ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഭൂമി കിട്ടാതാവുക എന്ന് പറയുന്നത് ന്യായമാണോ? ന്യായമല്ലാത്ത കാര്യം. ഭർത്താവും മക്കളും പറഞ്ഞപ്പോൾ അവർക്ക് ആ മണ്ണ് കിട്ടണം അല്ലേ? ഈ സഹോദരിമാരുടെ ഒപ്പം വർക്ക് ചെയ്യുന്നൊരു അമ്മയാണ് അവര്. അപ്പം അതിന്റെ സങ്കടം എല്ലാം ഇവരുടെ നേർക്കാഴ്ചയാണ്. എൻ്റെ ഭർത്താവിൻ്റെ 50 വർഷം ഒരു ഭർത്താവിൻ്റെ കൂടെ താമസിച്ച് എനിക്ക് 1 സെന്റ് ഒരു നുള്ളു മണ്ണ് പോലും, ഒരു ചവിട്ടടി മണ്ണ് പോലും അവൻ എനിക്ക് രേഖപ്പെടുത്താൻ വിട്ടില്ല. അവർ വീട്ടിൽ വന്ന് ചോദിച്ചു, നീ എന്തിനാ എന്നെ കൊണ്ട് ഒപ്പിടിച്ചെന്ന്. അത് അവൻ്റെ മക്കൾ പറഞ്ഞത്, അമ്മമ്മ എൻ്റെ അച്ഛൻ അവരെ ഒപ്പ് നിങ്ങളെ വിട്ടത് അച്ഛൻ്റെ പേർക്ക് ഈ വസ്തുവാക്കി. അതുകൊണ്ട് അപ്പോഴവർ മക്കളില്ലാത്തവരെ വക നീ വഞ്ചിച്ചോ എന്ന് ചോദിച്ചിട്ട് അവർ കുഴഞ്ഞു വീഴുന്ന് അവർ മരണപ്പെട്ട ജീവിതം. എനിക്കിപ്പോഴും ഗവൺമെൻറ് ഒരു മുറി ഗവൺമെൻറ് എനിക്ക് ഒരു മുറിയും വെച്ച് തന്ന് എൻ്റെ ഭർത്താവിൻ്റെ അവകാശം എനിക്ക് തിരിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തരണം. അത് പോയിട്ട് എന്നെ വഴിയെ പോണവരും എന്നെ നോക്കും. എൻ്റെ കാലം കഴിയുമ്പോൾ ആരും എടുത്തോണ്ട് പൊട്ടും. അതാണ് എൻ്റെ അത്യാവശ്യം. അപ്പം ഇതാണ് ഈ അമ്മയുടെ ആവശ്യം. നമ്മൾ ഈ കാണുന്ന ഈ തറ ഉണ്ടോ, നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഇതിൻ്റെ അടുത്തായിട്ട് നഷ്ടപ്പെട്ടു പോയ ഭർത്താവിൻ്റെ ഈ ശവക്കല്ലറയുടെ അടുത്ത് ഈ കാണുന്ന ഒരു കട്ടിൽ എടുത്തിട്ട് മഴ ഇല്ലെങ്കിൽ അവർ കിടക്കും. ഇതും പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു കട്ടിലാണ്, കണ്ടോ? ഇതാണ് അവസ്ഥ. ഈ കൊച്ച് ഒരു അടുക്കള, കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. പുളിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അവർക്ക് പേടിയാണ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് പോകാൻ. ഇതിൽ വല്ല വിഷവും ചേർക്കുമോ എന്നൊക്കെയുള്ള പേടി. ഇതാണ് ധൂർത്തിൻ്റെയും ധാരാളിത്വത്തിൻ്റെയും സമ്പന്നതയുടെയും ഒക്കെ മണിമാളികയിൽ കഴിയുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ വേദന അത്ര വലുതല്ല. പക്ഷേ ഒരു നേരത്തെ ആഹാരം വച്ച് കഴിക്കാൻ പോലും ഇടമില്ലാതെ, കണ്ടോ? ഉണ്ടോ? ഒരു നേരത്തെ ആഹാരം പാവം വച്ച് അടച്ച് ആരും കാണാതെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഈ കണ്ണുനീര് പറ്റിയോ നമ്മുടെ സമൂഹത്തിനെന്ന് തോന്നിപ്പോകും. ഉള്ളവർക്കാണല്ലോ ഈ ഒരു മടി ഷെയർ ചെയ്യാൻ. കണ്ടോ, ഈ ഒരു കുഞ്ഞടുപ്പിലാണ് ഇതെല്ലാം പാചകം ചെയ്യുന്നത്. ഇവിടെ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രത്തോളം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഈ വീട്. നിങ്ങൾ കയറണ്ട ഇങ്ങോട്ട്, വീണാലോ കേട്ടോ. ഇതാണ് അവരുടെ അവസ്ഥ. ഒരു കുടുംബം നന്നായി, ഒരാളുള്ളപ്പോൾ, ഒരു തണലുള്ളപ്പോൾ എല്ലാം നന്നായി നടന്നുപോയ ഒരു വീടാണ്. നമുക്ക് അങ്ങോട്ട് കയറിയൊക്കെ എടുക്കാൻ ഒരു പേടിയാണ്. അത്രയ്ക്ക് നിഗൂഢമായൊരു സ്ഥലം. കണ്ടോ, പഴയ രീതിയിലുള്ളൊരു അടുക്കള.